അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തി? പറയും എവിടെ എത്തി? നമ്മൾ ബാണാസുര സാഗർ ഡാം കാണാൻ പോകണം അല്ലേ? ആ കാണുന്നതാണ് മറ്റേ പെര. ഏത് പെര? അപ്പം മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഡാമാണ് നമ്മൾ കാണാൻ പോണത്. തൊപ്പിയാണോ ഇത്? കൂളിംഗ് ഗ്ലാസ്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ ഇവിടെ പോവാം. ഇതൊക്കെ അന്നെ അതിലെടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ചെന്നാൽ തരൻ്റെ ഒരു ഇട്ടാ എൻ്റെ ആള്. അത് ശരിയാണ്. അഞ്ചിപ്പതിൻ്റെ പ്രായമാണല്ലോ. അഞ്ചിപ്പതിമ കളിച്ചേണ്ട പ്രായമാണ്. ഞാൻ പറയണ ഇനി പരിയിലൊന്ന് ഞങ്ങൾ കച്ചവടം ചെയ്തോട്ടെ. ഡോക്ടർമാരെ കണ്ടോര് മറ്റേത് ഇങ്ങനെ പ്രഷർ നോക്കണേ. അപ്പോൾ എല്ലാവർക്കും MDRD മീഡിയയുടെ പുതിയൊരു ട്രാവലിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വയനാട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഇതിൻ്റെ 2 എപ്പിസോഡ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പൂർണ്ണ വീഡിയോ കിട്ടും. അതിൻ്റെ തുടക്കം മുതൽ കിട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണത കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഞങ്ങളുള്ളത് ബാണാസുര സാഗർ ഡാമിൻ്റെ അടുത്താണ്. മുഖത്ത് വെച്ചാണ്ട് വേണ്ട, ക്യാമറ ഉണ്ട്. അങ്ങനെ വെച്ചാൽ ബസ്സിലുള്ളൊരു ഓട്ടോറിൽ വിളിച്ചു തന്നു. വരെ നമുക്ക് 2 അടി അപ്പുറത്ത് പോയി നോക്കാം. അവിടെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ. ഇങ്ങോട്ട് വിളിച്ചായിരുന്നല്ലോ എല്ലാവരെയും. ഇവിടെ എടുത്താണ്. ഇങ്ങോട്ട് അരുവക്ക് മാറിക്കണോ? സെൻറ്ററിൽ നിന്നൊക്കെ മാറിന്നാൽ വണ്ടി ശ്രദ്ധിക്കുകയും ഇതൊക്കെ പതിയിലുള്ളതല്ലേ അല്ലേ? ഇവിടേക്ക് പോയല്ലേ? അപ്പോൾ ടിക്കറ്റ് എടുക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ വെക്കേഷൻ സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു ധാരാളം കുട്ടികളും മറ്റ് സ്കൂളുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഇതുപോലെ തന്നെ ഫോറിനേഴ്സ് ആളുകളും അവിടെ ചെറുതായിട്ടൊക്കെ കാണാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി, ബാണാസുര സാഗർ ഡാമിലെത്തി. നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞു. ഇവിടെ ബാണാസുര ഡാം വളരെ വ്യത്യസ്തമായ ഡാമാണ്. പിന്നെ പറഞ്ഞോടി. ആളുകൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. കാരണം സീസണൊക്കെ അടുപ്പിച്ചത് ഡിസംബർ ഈ സമയത്ത് സ്കൂളും കാര്യങ്ങളൊക്കെ പൂട്ടിയത് മാത്രമല്ല ഒരുപാട് ഫോറിൻ ആളുകൾ വന്നു. ഇവിടെയൊക്കെ ഫോറിനേഴ്സ് ഒക്കെ കുറവാണ് സാധാരണ, വരലില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വികസിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കണ്ടേ? ആ പോണ റോപ്പ് കർണാടക ഉണ്ടല്ലേ? ഏമണ്ടി ചമ്മണ്ടി. കപ്പല് വരെ നമ്മളെന്താ തല്ലാൻ പോവാ? ഷൂ ഒക്കെ കണക്ക് കെട്ടുണ്ടല്ലോ. പിന്നെയും അപ്പോൾ ഡാമിൻ്റെ താഴെ ഭാഗത്തു നിന്ന് കയറുമ്പോഴുള്ള കാഴ്ചയാണ് ഇത്. വളരെ മനോഹരമായ എന്താ പറയുക ഭിത്തിയാണ് ഇട്ടത്. ഇതാണ് ഡാമിനെ തടഞ്ഞു നിർത്തുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്, പച്ചപ്പ് നിറഞ്ഞത്. അപ്പോൾ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആഞ്ഞു ചവിട്ടുകയാണ്. 2 പാത ഉണ്ട്. ഏത് പാത വേണമെങ്കിലും സ്വീകരിക്കാം. സ്റ്റെപ്പ് വേണമെങ്കിൽ കയറിയിട്ട് അങ്ങനെ പോവാം, അതല്ലെങ്കിൽ ഇതിൽ കൂടിയും പോവാം. ഭംഗിയ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് ചാടിക്കോ. തന്നെ അഷ്ഫക ചലഞ്ച്. 1 2 3 സ്റ്റാർട്ട്. നിങ്ങളുണ്ടാ ആയിക്കോട്ടെ. ചലഞ്ചാണ്. ആ ബിരിയാണി ഒന്ന് ഉഷാറെങ്കിലും കാട്ടിയിടോ. അതാ എന്നാലല്ല നിങ്ങൾ എവിടെയൊക്കെ ഉള്ളതെന്ന് അറിയുള്ളൂ. അസ്സലാമു അലൈക്കും. അതല്ലേ ഇങ്ങോട്ട് ചാട്. അവിടെ ബ്ലോക്കായി. ഭംഗിയാ. അപ്പോൾ ഞാനും അഷ്ഫഖും ഒരു ഐഡിയ എടുത്തതാണ് പെട്ടെന്ന് മുകളിലെത്താൻ വേണ്ടിയിട്ട്.
ചലഞ്ചിങ് ഏറ്റെടുത്തു. ആരാണ് ഫസ്റ്റ് എത്തുന്നത് എന്നുള്ളത്. സ്പീഡിൽ നടക്കുക എന്നുള്ളതാണ് ചലഞ്ച്. കുറച്ച് ടഫാണ് സംഗതി. ഗിയർ മാറ്റി ഫസ്റ്റ് കിടി. ഹലോ ഇവിടെ എത്തി. ഓ എന്തോരം ആൾക്കാരാണ്. എങ്ങനെയുണ്ട്? ശരി 20 അങ്ങനെ ഒരു കരാറുണ്ടോ? ഏയ് പായോ ഡാം. നടന്നു കുഴങ്ങിയാ? ഏയ് എന്തുണ്ടാകുമ്പോ വ്ളോഗറുണ്ടാകും. എന്ത് കുഴങ്ങില്ല. ഞങ്ങൾ ഇരുത്തം കണ്ടിട്ട് ഇതെന്താണ്? ഇതാണ് റോപ്പ്. അവിടുന്ന് പോകണം. അല്ല അത് രണ്ടാമത്തെ ട്രിപ്പാവും. പിന്നെ 5 മണിക്ക് ഇവിടെ വന്ന് കൂടിയാൽ മതി. ഇവിടെ അവിടെയൊക്കെ കാണാണ്ട് 7 മണിയില്ല. പിന്നെ എന്തിനാ വന്നിട്ട് ഇടങ്ങറായിട്ട്? ആ മല എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫാമിലി നെറ്റ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നു. വേറൊന്നുമില്ല. ഇവിടെ കുറെ ചെടിയൊക്കെ ഉണ്ട്. എന്നൊക്കെ പോയി തോന്നുന്നു. ഇയാള് കരച്ച് എവിടെ? അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. സാഗർ വ്യൂ പോയിന്റ്, സാഗർ ഡാം വ്യൂ പോയിന്റ് ഉണ്ട്. അതിൻ്റെ മേലക്കല്ല, ട്രക്കിംഗ് ആണ്. ഇതൊന്നുമില്ല, റോഡൊന്നുമില്ല. മല കയറി പോവാ. അവിടെയൊക്കെ സിപ്പ് ലൈൻ എടുക്കുകയാണെങ്കിലേ അവിടുത്തെ കാരാപ്പുഴത്തെ സിപ്പ് ലൈൻ എടുക്കണം. നല്ല ഏരിയ ലോങ് ആണ്, ഒരുപാട് ലോങ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ ഗാർഡൻ ഏരിയ ആണ്. അവിടെ ഇഷ്ടംപോലെ എന്താ പറയുക ചെടികളും മറ്റൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നല്ല മനോഹരമായിട്ട് മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഡാമിൻ്റെ വ്യൂ ഒക്കെ, ഡാമിൻ്റെ വ്യൂ ആണ്. വ്യൂ നമ്മളെ പിള്ള എടുത്തോളി. യു കയറി ആണ്ടോ കാഷ്ഫക്ക. ആ മലമൊക്കെ അതാണ്. അവിടെ ഇങ്ങനെ ദ്വീപ് മാറ്റില്ല. അവിടെയൊക്കെ സ്പീഡ് ബോട്ട് അടിപൊളിക്കാരല്ലേ? ഞാൻ മറ്റീരെ പോയിട്ടുള്ളൂ. സാധാ ചവിട്ടുന്നതല്ല. നമ്മളിവരെ ഒന്നിച്ച് കൊണ്ടുപോകുമല്ലോ. അതാ പോണ സാധനം. ഒക്കെ ഓരോ ദ്വീപിലെ ഇതാ ഈ ദ്വീപിലൊക്കെ അതാ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ റിസോർട്ട് നല്ല തണലാണ് അവിടെ. പോയൊക്കെ വരും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. ഇത് നാഷണൽ കാഡറ്റിൻ്റെ എനിക്കറിയില്ല കേട്ടോ. അതന്നെ അവിടെ തന്നെ. പിന്നെ ഊഞ്ഞാല കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കുത്തിപ്പിടിച്ചില്ല അങ്ങോട്ട് പോയൊക്കെ ഊഞ്ഞാലാടാ. വരി ഒരു ഊഞ്ഞാല പൊട്ടിയണേ. അപ്പോൾ ഈ ഗാർഡൻ്റെ ഉള്ളിൽ ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയയിൽ ഊഞ്ഞാലുണ്ട്. നമ്മുടെ സാധാ ഊഞ്ഞാലല്ല അത്. അപ്പോൾ അതൊന്ന് ആടാൻ കിട്ടുമെന്നുള്ള അവസരം ഉണ്ടോ നോക്കിയിട്ടാണ് ഇപ്പോൾ പോണത്. പോയി നോക്കേണ്ട അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഊഞ്ഞാലാട്ടം, അഡ്വഞ്ചർ. എവിടെ ഊഞ്ഞാല ഒറ്റൊന്നുമില്ല. അത് അടിപൊളി ഊഞ്ഞാലാണ്. നമുക്ക് പാര തരിക. ഇതൊന്നും വേണ്ട. ആ ഊഞ്ഞാലട്ടോ ഒക്കെ ബുക്കിടാട്ടാ. ഭീഷണിപ്പെടുത്തി വാങ്ങേണ്ടി വരാം.
അപ്പോൾ കുറച്ച് മുകൾ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അപ്പോൾ കൂടുതലുള്ള ചെക്കന്മാരാണ്, കുട്ടികളാണ്. അപ്പോൾ അവർ നല്ല ആട്ടമാണ് അവിടെ ആടുന്നത്, ഒരു രക്ഷയില്ലാത്ത ആട്ടം. മഷ്കൂർ യാർലി, മഷ്കൂർ യാർലി. ക്യാമ്പോ ഉള്ള ജീവനും കൊണ്ട് ഓടിക്കോ. നോക്കടാ ഡാമൊക്കെ വിടല്ലേ നിങ്ങള്. ആട്ടം കൊണ്ടാട്ടോ. മതി മതി മതി, അത്ര മതി അത്ര മതി. പതുക്കെ നോക്കിട്ടാ ശ്രദ്ധിക്ക. കണ്ട അധികം ഓവറാക്കണ്ട, ഓവറാക്കണ്ട. അപ്പോൾ ഊഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഒരു ടീം വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടെന്ന് വെച്ചു. അങ്ങനെ അവരെ ഫോട്ടോ എടുത്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കാറ്റും കൊണ്ടിട്ട് അവിടെ നിന്നു. നല്ല എന്താ പറയുക, തണുത്ത വയനാടൻ കാറ്റ്, വളരെ മനോഹരമായൊരു കാറ്റ്. അതിങ്ങനെ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. കപ്പലല്ല, സോറി, ബോട്ടുകൾ, ചെറിയ കയാക്കിങ് ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ വിശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്തു, നടക്കാൻ ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 4 മണി ഏകദേശം ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, എങ്കിലും എന്താ പറയുക, വെയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചൂടുള്ള വെയിൽ തന്നെയാണ്. എന്നാലും ആ തണലത്തൊക്കെ നിൽക്കുമ്പോൾ ആ എന്താ പറയുക, തടാകത്തുനിന്ന് വരുന്ന കാറ്റിന് പ്രത്യേകതരം ഒരു എന്താ പറയുക, ഒരു അനുഭൂതി തന്നെ ഉണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പ്രശസ്തമായൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ എന്താ പറയുക, ബാണാസുര സാഗർ ഡാം. വോട്ടിങ് എങ്ങനെയുണ്ട് പറഞ്ഞേട്ടി? പറയടാ ജിയാദാ, വോട്ടിങ് എങ്ങനെയുണ്ട്? എന്നിട്ടോ ഏത് സ്പീഡ് ബോട്ട് എടുത്തു അതോ സാധാ സ്പീഡ് ബോട്ടാ? സ്പീഡ് ബോട്ട് ചട്ടി, അതിനെന്താ റേറ്റ്? ഒരാൾക്കോ? അപ്പൊ 100 രൂപ ഒരാൾക്ക്. എന്താ പാട്? നിങ്ങളിട്ട് ഇങ്ങനെ കറക്കി തിരിയൂല്? കൈ മുതലായി 100 രൂപ പോയാൽ എന്തായാലേ പവർ വന്ന് അല്ല ഒലു വയ്ക്കണേ, ഒലു വയ്ക്കണേ. ഫോട്ടോ കാണിച്ചടിക്കാം. ഓ ഫോട്ടോ ഇടാ. പുല്ലാണി ഇവിടെ ഫോട്ടോ കാണിച്ചാട്ട് ചെയ് ഇടേ. അപ്പം നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകാം, ഡാമിൻ്റെ സൈഡ്. ഇവിടെയൊക്കെ മഴക്കാലത്ത് വെള്ളം ഇവിടെ വരെയൊക്കെ കയറും. ഇവിടെ എന്താ 4-5 ആൾക്കാർ മുങ്ങി വെച്ചൊക്കെ ചെയ്തിരിക്കണേ, കുളിക്കാറിങ്ങിയിട്ട്. അതല്ല അതല്ല, അത് വെള്ളം ഇറങ്ങിയതാ. ഇപ്പോൾ വെള്ളം താന്നില്ലേ, മൺതിട്ടകൾ പോലെയാണ്, ദ്വീപ് പോലെ. അതിൻ്റെ സെൻറ്ററിലൊക്കെ പെരക്കണല്ലേ, ഒരു ഇതൊക്കെ എന്താ പറയുക, ആ ഉണ്ടല്ലോ അല്ലേ. പക്ഷെ എന്നാലും എന്താ പറയുക, വേഗം ബാറ്ററി ഇറങ്ങും പവർ ബാങ്ക്. അത് സോളാർ, അവിടെ ഫുള്ള് സോളാറല്ലോ. ഇത് വലുതാവണല്ലേ ഈ മുളക്കെ, നല്ല രസീകാരം. സംഭവം ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാനേ രസമാണ്. വെയിലൊന്ന് കുറയണം. ഇതിൽ നിന്ന് ഈ മരം അടിപൊളിയല്ല. ഇതാ മറ്റേ ചെടിയല്ലേ, എന്താണ് കാറ്റുണ്ടാ? തണുപ്പുണ്ട്.
അപ്പം ഞങ്ങളിങ്ങനെ ബാണാസുര ഡാം ഫുള്ള് ഇങ്ങനെ ചുറ്റിക്കണ്ട് ഇങ്ങനെ വൈബാക്കി വരികയാണ്. അപ്പം അപ്പം നമ്മൾ ഇഞ്ഞി പോകണമെന്ന് കൊടുക്കുകയാണ്. പറയും അശ്വക്ക പറയും, ഇനി നമ്മൾ ഡാമിൻ്റെ മെയിൻ ഏരിയ കാണാനാണ് ഇഞ്ഞി പോണത്. മനസ്സിലായില്ല? ഡാമിൻ്റെ മേൽഭാഗം. അപ്പോൾ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറെത്തറ എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ കബനി നദിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയ്ക്ക് കുറുകെയാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ അണക്കെട്ടിൻ്റെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണ് കൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഈ ബാണാസുര ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക്, അതായത് കക്കായം ഡാം ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്തേക്ക് ജലസേചനം, അതായത് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതുമാണ് ബാണാസുര ജലസേചന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡാം കൊണ്ട് ധാരാളം ആളുകൾക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിന്ന് KSEB കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് KSEBിൻ്റെ കീഴിലാണ് ബാണാസുര ഡാം വരുന്നത്. പിന്നെ പനമരം പുഴ തടഞ്ഞു വെച്ചാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഉയരം വരുന്നത് 38 മീറ്ററാണ്, അതായത് 125 അടി. നീളം 628 മീറ്റർ, അതായത് 2060 അടിയാണ് ഇതിൻ്റെ നീളം വരുന്നത്. ആഞ്ഞു പോയ ആൾക്കാർ ഇത് വായിച്ചാനറിയാതെ ഇറങ്ങുമോ? ഇറങ്ങരുതെന്ന് മനസ്സിലായി. വേറെ എന്താ പേരിക്കണേ? നോ എൻട്രി ടു റിസർവെയർ. അതാ സ്പീഡ് ബോട്ട്. സ്പീഡ് ബോട്ടൊക്കെ റേറ്റ് ഓവറാണ്. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ്. എന്നാ വരണ്ടടിയാണ്. അതുപോലെ തന്നെ ഈ ഡാം നിലനിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 31.6 ഏക്കർ ഏരിയയിലാണ് ബാണാസുര ഡാം മൊത്തം ഉൾക്കൊള്ളുന്ന സ്ഥലമെന്ന് പറയുന്നത്. പിന്നെ ഈ ഡാമിൻ്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണ്ണ് കൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ 2ാമത്തെ വലിയ അണക്കെട്ടുമാണ് ബാണാസുര സാഗർ ഡാം. ഈ ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് വലിയ പാറകളും അതുപോലെ കല്ലുകളും മണ്ണുമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 685 മീറ്ററാണ് ഈ അണക്കെട്ടിൻ്റെ നീളം വരുന്നത്. ബാണാസുര മലകൾക്കിടയിലായി 33 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 190 കോടി രൂപയായിരുന്നു അന്നത്തെ നിർമ്മാണ ചിലവ്. എന്താ മോളെ, സുഖല്ല? എങ്ങനെയുണ്ട് ഡാം? 1979 ആദ്യ അണക്കെട്ട് പണി തീർന്നത്. ഒരു ചെറിയ കനാലും അണക്കെട്ടും ചേർന്ന് ഇന്ത്യൻ ബാണാസുര സാഗർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് തുടക്കം കുറിക്കുന്നത്. പ്രധാന ലക്ഷ്യം കോഴിക്കോടുള്ള കക്കയം അണക്കെട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ജലം എത്തിക്കുകയും പിന്നെ അതുപോലെ ജലസേചനത്തിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയുള്ള കുടിവെള്ള ക്ഷാമങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ ഈ ഡാമിനരികിലായിട്ട് കുറച്ച് അകലെയായിട്ട് ഒരു മലയും കൂടിയുണ്ട്. അവിടേക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു തുടക്ക സ്ഥലം കൂടിയാണ് ഈ ബാണാസുര ഡാമിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ ഈ അണക്കെട്ട് നിർമ്മിക്കുന്നതോടുകൂടി ഇവിടെ അണക്കെട്ടിൻ്റെ പദ്ധതിയോട് ഉണ്ടായതോടുകൂടി ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അണക്കെട്ടിൽ താഴ്ന്നു പോയിട്ടുണ്ട്, വെള്ളത്തിനടിയിലായി പോയിട്ടുണ്ട് ചില സ്ഥലങ്ങൾ. അതാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ഈ ദ്വീപുകളായിട്ട് നമ്മൾ ഈ അണക്കെട്ടിൽ ഇങ്ങനെ കാണാൻ, വെള്ളം കെട്ടി നിർത്തിയ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ ദ്വീപുകളായിട്ട് വരാൻ കാരണം ഇതിൽ മുൻപേ അവിടെ ഒരു കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ അണക്കെട്ട് വന്നതോടുകൂടി അതിൽ താഴ്ന്നു പോയതാണ്.
അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് പറയാനുള്ളത് ബാണാസുര ഡാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ ഇതിൻ്റെ മുകളിൽ കാണുന്നത് സോളാർ പാനലാണ്. ഇതുപോലെ സോളാർ പാനൽ ഈ അണക്കെട്ടിലും അവിടെ കയറ്റി കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ദൂരത്തോളം ഈ പാനലുകളൊക്കെ നീട്ടിയിട്ടുണ്ട്. അത് ആളുകൾക്കും തന്നെ വലിയൊരു സൗകര്യമാണ്. കാരണം വെയിൽ കൊള്ളാതെ കുറച്ച് സമയം അതിൻ്റെ ചോട്ട് നല്ല തണുപ്പ് ആസ്വദിച്ചിരിക്കാൻ പറ്റും. വെയിലുള്ള സമയത്ത് നല്ല വെയിലാണ്, ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് നല്ല വെയിലാണ് ഈ ഏരിയയിലൊക്കെ. അപ്പോൾ ഈ സോളാർ പാനൽ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു തണൽ പറ്റിയിരിക്കാൻ വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. ആ കാണുന്നതാണ് ഞാൻ നേരത്തെ ചരിത്രത്തിൽ പറഞ്ഞ അമാല എന്ന് പറഞ്ഞത്. അങ്ങോട്ട് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. സാഗർ വ്യൂ അവിടുന്ന് കിട്ടും. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മനോഹരമായ ഈ എന്താ പറയുക ഒരു തടാകത്തിൻ്റെ ആ വ്യൂ കൃത്യമായിട്ട് അവിടെ നിന്ന് കിട്ടും. അപ്പം ഞാനും കുട്ടികളും കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇതിൻ്റെ അറ്റം വരെ പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഏതായാലും എന്താ പറയുക, അല്പസമയം ഇങ്ങനെ നടക്കുന്നതും നല്ലതാണല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് കാല് അത്യാവശ്യം നടന്നപ്പോൾ അത്യാവശ്യം കാലൊക്കെ വേദന എടുക്കൽ തുടങ്ങി. കാരണം ഒരുപാട് ഏരിയ നടക്കാനുണ്ട്. കുറച്ച് മുന്നേ എന്താ പറയുക ഗാർഡൻ്റെ ഭാഗത്തേക്കൊക്കെ ഒരുപാട് സമയം നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അറ്റം വരെ ഒന്ന് പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം നടന്നു. ലോക്കാവുമല്ലോ. ഇല്ല പൊന്തും. അത് എന്താ പറയാ, ഇത് നമ്മൾ സ്പോഞ്ച് ഇപ്പോൾ വെള്ളത്തിലിട്ടാൽ എത്ര വെള്ളമാണെങ്കിലും മുങ്ങൂലല്ലോ. അതുപോലെ ഒരു ടെക്നോളജിയാണത്, താഴൂല. തന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ട്, അവിടെ താഴെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു നടക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനാണ്ട്, അങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു പ്രത്യേക അതിൻ്റെ അതുകൊണ്ട് പോകാമല്ലോ, അതുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ ട്രക്കിംഗ് ആണ്, ബസ്സായിട്ട് പോകാൻ പറ്റൂലേ. അപ്പോൾ ഞങ്ങൾ നോക്കി അപ്പം ഞങ്ങൾ സാഗർ ഡാം കണ്ടിട്ട് തിരിച്ച് ബസ്സിൽ തന്നെ പോവാണ്. അപ്പം നമ്മൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ ഡാം, ഏഷ്യയിലെ 2ാമത്തെ ഡാം നമ്മൾ കണ്ട്. 1979 എന്ത് ചെയ്യുന്നത്, ആദ്യം ഈ ഡാം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിവിടുന്ന് എന്ത് ചെയ്യാണ്, തിരിച്ച് ബസ്സിലേക്ക് തന്നെ പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ബാണാസുര സാഗർ ഡാമൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് ഒരു ക്യാമ്പിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെയാണ് ക്യാമ്പ് ചെയ്യണത്. നമ്മളെ കുട്ടികൾ, വണ്ടി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ക്യാമ്പ് ഫയർ അത് നമ്മളതിലുള്ളതല്ല കേട്ടാ, അല്ല അവിടുന്ന് പൊട്ടി, അത് നമ്മൾ അല്ല അത് നമ്മൾ പൊട്ടിച്ചെന്ന് അറിയണ്ട വെച്ചിട്ട് അച്ചക്കൻ വെല്ലിപ്പാൻ്റെ തുണിയൊക്കെ. അപ്പോൾ കാലത്ത് 3 മണിക്ക് തുടങ്ങിയ നമ്മളെ യാത്ര ഇവിടെ എന്ത് ചെയ്യാണ് നിർത്തുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യണത്. ഇന്ന് ദിവസം കഴിഞ്ഞ് നാളെ ദിവസം മുതൽ ക്യാമ്പാണ്. അപ്പോൾ ക്യാമ്പിൻ്റെ വിഷയങ്ങളൊന്നും ഞാൻ എന്താ പറയുക നമ്മളെ യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ കൂടെ നല്ല മധു പാട്ടുകളൊക്കെ പാടി ഞങ്ങൾ ഈ രാത്രി എന്ത് ചെയ്യാണ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി വിശ്രമിക്കാനുള്ള സമയമാണ്. അപ്പോൾ ക്യാമ്പാണ് പിറ്റത്തെ ദിവസം വരുന്നത്. അപ്പോൾ ക്യാമ്പായതുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും എന്താ പറയുക യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 2ാമത്തെ ദിവസം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2ാമത്തെ ദിവസത്തെ രാവിലത്തെ കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് മോർണിംഗിലെ കാലാവസ്ഥ. എന്താ പറയുക, നല്ല അടിപൊളി മഞ്ഞുണ്ട്. അവിടെ താഴെക്കഥ നല്ല കോട മൂടി.
അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് വാമപ്പാക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പല സംഗതികളുണ്ട്. കുറച്ച് കുട്ടികൾ അവിടെ യോഗ, അതുപോലെ എന്താ പറയുക മെഡിറ്റേഷൻ ക്ലാസ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ പെൺകുട്ടികളും മറ്റൊക്കെ അവരതിൽ പങ്കെടുത്തു. കുറച്ച് എന്താ പറയുക ഓടാനും ചാടാനൊക്കെ താല്പര്യമുള്ള കുട്ടികൾ, ഫുട്ബോളുമായി ബന്ധപ്പെട്ട കുട്ടികൾ, അവർ അങ്ങനത്തെ താല്പര്യമുള്ളവർ എന്താ പറയുക അവിടെ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു ഫുട്ബോളൊക്കെ കളിക്കാന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഉസ്താദുമാരെല്ലാവരും കൂടി ചേർന്നിട്ടൊരു വാമപ്പും കാര്യങ്ങളും നല്ലതാണ്. രാവിലെ ഒരു ഉന്മേഷം കിട്ടാൻ, ആ ഒരു ദിവസം നല്ലൊരു എനർജി കിട്ടാൻ നല്ലതാണ് രാവിലെ വ്യായാമമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സംഭവം വ്യായാമമൊക്കെ നടന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടൊന്ന് പോസ്റ്റുമ തൂങ്ങി. പോസ്റ്റുമ നല്ല മഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ഞ് നിൽക്കുന്നത് അത്ര തന്നെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അതിമൊന്ന് സ്ലിപ്പായി കൈ കുത്തി താഴെ വീണു. കയ്യിന് നല്ല പരിക്ക് കിട്ടി. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഉസ്താദുമാർ 4 ആൾ കൂടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ വയനാട് പോയിട്ട് 7-ാം മൈലാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. അവിടെ പോയിട്ട് നല്ല ആദിവാസികൾ ഉണ്ടാക്കിയ കാട്ടു തൈലൊക്കെ മേടിച്ച് കയ്യിൽ തൈലൊക്കെ ഇട്ട് ഉഷാറാക്കി. അപ്പോൾ നല്ല നീരുണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ കുറേയൊക്കെ അതൊക്കെ റിക്കവറി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ ചെറിയ ഒരു വിധം നീരും കാര്യങ്ങളൊക്കെ മാറി ഏകദേശം ഉഷാറായിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആവാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2ാമത്തെ ദിവസത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെയാണ് നമ്മുടെ യാത്രാ വിശേഷങ്ങൾ. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന ഒരു ജസ്റ്റ് വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ വീഴുന്നതിന് മുമ്പുള്ള വാമപ്പാണ്, വീഴാൻ വേണ്ടിയുള്ള വാമപ്പ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു യാത്രയിൽ കണ്ടുമുട്ടാം. അപ്പോൾ നമ്മളെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോവാം അല്ലേ? യെസ്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അടുത്ത കൊല്ലം വരാം. അപ്പോൾ ശരി.